ഹലോ അസ്സലാമു അലൈക്കും റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം പഴുത്തിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. കൂടാതെ ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് കൂടിയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ലൂസായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കോൺഫ്ലോറിന് പകരം അല്പം മൈദയും ഒരല്പം അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഈ ഏത്തപ്പഴം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്. ഓരോ പീസ് ഏത്തപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ട് കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നീട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ടൂത്ത് പിക്കിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതാണ് ഏത്തപ്പഴത്തിലോട്ട് കുത്തി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഈർക്കിൽ വെച്ചിട്ടായാലും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഞാനൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അല്പം മാത്രമേ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറയ്ക്കാനായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ പിന്നീട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു പ്ലേറ്റ് നിറയെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾ പോലും അത് കാലിയാക്കി തരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ബനാന ലോലിപോപ്പ്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.